ഹലോ എവ്രി വൺ. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തൊരു കാര്യം അച്ചീവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ആ ഒരു മൊമെൻറ്റിലാണ് ഞങ്ങൾ രണ്ടാളും ഇപ്പോൾ നിൽക്കുന്നത്. അതെ, ഞങ്ങൾ ജർമ്മനിയിൽ പോകുന്ന ദിവസം ഈ ഒരു ഡേക്ക് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് 2 years ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും വെയിറ്റ് ചെയ്തതും കഷ്ടപ്പെട്ടതും. നമ്മളെ കൊണ്ടുവിടാൻ വന്ന എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞ് എയർപോർട്ടിൽ ആ ഒരു ഗേറ്റിലേക്ക് കടന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇനി ഇവരെയൊക്കെ എന്നാണോ കാണാൻ പറ്റുന്നത് എന്നോർത്തിട്ടാണോ എന്നറിയത്തില്ല, അതോ ഇനി നമ്മുടെ മുന്നിലുള്ള ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ചലഞ്ചസും അതൊക്കെ ഓർത്തിട്ടാണോ എന്നറിയത്തില്ല. എന്തോ ഒരു പ്രത്യേകതരം ഫീലായിരുന്നു ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്രയൊക്കെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരോടൊക്കെ യാത്ര പറഞ്ഞു പോകുന്ന ആ ഒരു ഫീലാകും മേ ബി നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ്. അതുവരെ നമ്മൾ വലിയ സ്ട്രോങ് ആയിട്ട് ഒട്ടും കരയത്തില്ല എന്നൊക്കെ നമ്മൾ വാശി പിടിച്ച് നിന്നിട്ട് ആ ഗേറ്റ് ക്രോസ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഫീല് ഇപ്പോഴും അത് ഓർക്കുമ്പോൾ എന്തോ അറിയാണ്ട് ഇങ്ങനെ കണ്ണ് നിറയും. അങ്ങനെ വിഷമിച്ച് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഹാപ്പി ന്യൂസ് കിട്ടി. ഞങ്ങളുടെ എക്കണോമി ടിക്കറ്റ് ദുബായ് വരേക്കും അവർ ബിസിനസ് ക്ലാസ്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്തു തന്നു. അതിന് എമിറേറ്റ്സിന് ഒരു വലിയ താങ്ക്സ്. ഇനി ഒരു 3 hours നമ്മൾ ദുബായ് എത്തും. അവിടെ ഒരു 1 hour ലെയറോടെ കഴിഞ്ഞാൽ നേരെ ഫ്രാങ്ക്ഫർട്ടിലേക്ക്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ദുബായ് വരെയുള്ള ചെറിയൊരു ജേർണി. ഇനി ഫ്രാങ്ക്ഫർട്ടിലോട്ടുള്ള കാര്യങ്ങളും ഫ്ലൈറ്റിനകത്തുള്ള വിശേഷങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിലാണ്. അതുവരേക്കും ബൈ ബൈ. ബൈ ബൈ.